മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജിസയിലും ഷാനവാസും കൂടെ സംസാരിക്കുകയാണ്. ഷാനവാസ് ജിസയിലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ, ഞാനാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഞാൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനുമോൾക്കാണ് പുറത്ത് നല്ല സപ്പോർട്ടൊന്നും ഇവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാനല്ലേ. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് അത്ര സന്തോഷം ആവുകയുള്ളൂ. പക്ഷേ ഞാനത് ചെയ്യില്ല. ഞാൻ ഇനി അവളെ സപ്പോർട്ട് ചെയ്യാനേ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ അനുമോളാണ് എന്നെ ഈ അക്ബർ ആര്യൻ വിഷയത്തിലേക്ക് എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നുണയാണ് ഷാനവാസ് പറയുന്നത്. ഒരിക്കലും ഷാനവാസ് അല്ലായിരുന്നു ആ പ്രശ്നത്തിലേക്ക് വന്നത്. ഷാനവാസാണ് ഇവരെ തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ നൂറേനോടും ആദിലനോടും അനുമോളോടും പറഞ്ഞത്, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ സ്പോട്ടായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണമെന്ന്. പക്ഷേ ജിസേലിനോട് പറയുമ്പോൾ അത് മാറ്റിയിട്ടാണ് പറയുന്നത്. എന്നെ അവർ വിളിച്ചുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. ആ പ്രശ്നത്തിലേക്ക് എന്നെ വലിച്ചഴിക്കുകയും അക്ബറിൻ്റെ ദേഹത്തേക്ക് ആര്യൻ ചെരുപ്പെടുത്തെറിയുന്നതും അനുമോളെടുത്ത് ചെരുപ്പെറിയുന്നതും ഒക്കെ ഞങ്ങൾ പിന്നെ കൺസെഷൻ റൂമിൽ പോയി. പിന്നെ ബിഗ് ബോസിൻ്റെ അവിടെ സംഭവിച്ചത് അതൊന്നും എനിക്ക് പുറത്ത് പറയാൻ തന്നെ പറ്റില്ല. ഞങ്ങൾ മാപ്പ് പറഞ്ഞിട്ടാണ് വന്നത്. അതെല്ലാം പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് ഇവൾക്ക് വേണ്ടിയിട്ട്, ഒരിക്കലുമല്ല. അതൊക്കെ ഷാനവാസ് കയറി വന്ന് ഇടപെട്ട ഒരു പ്രശ്നം മാത്രമാണ്. അനുമോൾ ആരെയും തന്നെ വിളിച്ചിട്ടില്ല. അനുമോൾ ഒറ്റയ്ക്ക് വന്നിട്ട് തന്നെയാണ് അവിടെ നിന്ന് ആ ഗെയിം കളിച്ചത്. നമ്മളെല്ലാവരും കണ്ടതാണ്. ഷാനവാസ് അനാവശ്യമായ അതിനകത്തേക്ക് കയറി ആദില നൂറയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അവർ ഓൾറെഡി അതൊരു ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് അറ്റാക്ക് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ജിസേലിനോട് പറയുമ്പോൾ എല്ലാം അനുമോളാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അനുമോൾ വന്നിട്ട് എന്നോട് സംസാരിക്കാനോ എന്നോട് ഒന്നും ചെയ്യാനോ നിന്നിട്ടില്ല. എന്ത് പറ്റി ഷാനവാസിക്കാന്ന് ഒന്നും ചോദിക്കാൻ പോലും അവൾ വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് ഇപ്പം മിണ്ടാത്തത്. അവൾക്കൊരു നന്ദിയില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം കണ്ടോ, അവൾ എൻ്റെ കയ്യിലേക്ക് നഖം കൊണ്ട് എന്നെ മാന്തിയിട്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, അവളങ്ങനെ മാന്തിയതൊന്നുമല്ല, അതെങ്ങനെ മാന്തിയതാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അവളുടെ പ്ലാച്ചീൻ്റെ തലയിലൊന്ന് പിടിച്ച് വലിക്കാൻ ശ്രമിച്ചു. അതിനാണ് അവൾ എന്നെ മാന്തിയത്. അപ്പോൾ ജിസേൽ പറയുന്നത്, അത് മാന്തിയതല്ല, അത് നഖം കൊണ്ടതാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ വന്ന അന്ന് തൊട്ട് എല്ലാ ക്യാമറകളും നോക്കി പറയുന്ന ഒറ്റൊരു കാര്യമാണ്, ഈ അനുമോളോ എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. കാരണം എൻ്റെ സീരിയൽ, ഞാൻ വില്ലനായി അഭിനയിക്കുന്ന സീരിയലിൽ ആദ്യമായി അനുമോൾ അഭിനയിക്കാൻ വരികയും അനുമോൾ അഭിനയം പോരാ എന്ന് പറഞ്ഞ് അനുമോളെ പറഞ്ഞു വിട്ടതും അനുമോൾ കരഞ്ഞതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. ആ ഒരു സോഫ്റ്റ് കോർണർ ആണെന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും ആ സ്റ്റോറി അവളവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ജിസേൽ പറയുന്നുണ്ട്. ആ ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു അവൾ ഇത്രയും നാളും ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ പ്രതികരിക്കാതിരുന്നത്. അവളെ പുറത്ത് ഈ കണ്ണീരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തോട്ടെ, അവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നും ഷാനവാസ് പറയുന്നുണ്ട്.